എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് സൗദാമിനിയാണ്. സൗദാമിനി ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ചിട്ട് അവിടെ ഇങ്ങനെ വീഴുകയാണ്. അപ്പോൾ അവളുടെ സാരി ഒരു തിരിയുമ്പോൾ ഇങ്ങനെ കൊണ്ടിട്ട് ആ സാരിയും ഇങ്ങനെ തീ കത്തുന്നുണ്ട്. ഇത് കണ്ടിട്ടാണ് ബോഞ്ചിത്ത് വരുന്നത്. അപ്പോൾ ബോഞ്ചിത്ത് ഇത് കണ്ടിട്ട് ഓടി വന്നിട്ട് ആ തീ അണയ്ക്കുന്നുണ്ട്. സൗദാമിനിയാണെങ്കിൽ ആകെ ഞെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ബോഞ്ചിത്ത് പറയാണ് ചേച്ചിക്ക് ഭാഗ്യമുള്ളതുകൊണ്ടാണ് ചേച്ചി രക്ഷപ്പെട്ടത്. മറ്റുള്ള പറയാണ് നമ്മൾ ഒരാൾക്ക് നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് തന്നെ വരുള്ളൂ എന്ന് പറയുമ്പോൾ സൗദാമിനി ഇങ്ങനെ ആലോചിക്കുകയാണ്. അവർ കത്തിച്ച് വെച്ച രണ്ടാളും ഒപ്പം കത്തിച്ച് വെച്ച് തിരി എടുത്തിട്ട് ബോഞ്ചിത്ത് കത്തിച്ച് വെച്ച് തിരി എടുത്തിട്ട് അവൾ വലിച്ചെറിയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ആ തിരി കൊണ്ടാണ് ഇവളുടെ സാരി കത്തിയിട്ടുള്ളത്. ഇങ്ങനെ സൗദാമിനി ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് ബോഞ്ചിത്തോട് പറയുന്നുണ്ട്, ബോഞ്ചിത്ത് എന്നെ രക്ഷിച്ചത് വളരെ നന്ദിയുണ്ട്. എൻ്റെ സൗന്ദര്യം പോയിരുന്നില്ലേ, എന്നെ കത്തിയ എൻ്റെ ഇതൊക്കെ എന്തായിരുന്നു, എൻ്റെ മേലൊക്കെ ആകെ പൊള്ളിയിരുന്നില്ലേ, എൻ്റെ സൗന്ദര്യം പോവില്ല, ഞാൻ പിന്നെ കണ്ണാടിയുടെ മുമ്പിൽ എങ്ങനെയൊക്കെ നോക്കുക എന്നൊക്കെ അവളിങ്ങനെ സ്വന്തം ഇങ്ങനെ എന്താ പറയുക സൗന്ദര്യം പോയിരുന്നു എന്നുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ സൗദാമിനി പറയുന്നുണ്ട്. ആ സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് സമ്പൂർണ്ണ തന്നെയാണ്. സമ്പൂർണ്ണ അങ്ങനെ ഒരു ഭാഗത്തിരിക്കുമ്പോൾ സൗരഭ് അവിടേക്ക് ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. എന്നിട്ട് അവൻ വെള്ളം കുടിച്ചിട്ട് പോകാൻ നിൽക്കുമ്പോൾ സമ്പൂർണ്ണ ചോദിക്കുകയാണ്, എന്നോട് മിണ്ടില്ലേ, എന്നോട് പിണക്കാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സൗരഭാണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ്. അവൻ അന്നുണ്ടായ കാര്യങ്ങൾ അവൻ ആകെ നാണക്കേടായില്ലേ, കൈ പിടിച്ചു പറഞ്ഞിട്ട് അന്ന് അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് അവന് നല്ല നാണക്കേടായി. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിലാണ് അവൻ. അപ്പോൾ അവന് അപ്പോഴും ഞാൻ ഇനി നീ എൻ്റെ കൈ പിടിച്ചാൽ അതിനും നാണക്കേടാവും, അതിനും നീ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ നല്ല ചീത്ത പറഞ്ഞിട്ട് അവിടെ നിന്ന് അവൻ പോവാണ്. അപ്പോൾ ഇവളാകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ബോഞ്ചിതനാണ് കാണിക്കുന്നത്. അപ്പോൾ ബോഞ്ചിത രാത്രിയാണ്. അപ്പോൾ രാത്രി അവളിങ്ങനെ അവിടെ ഒരു കോണിപ്പടിയുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവളുടെ അമ്മേനെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അമ്മേനായിട്ടുള്ള അവളുടെ നല്ല നല്ല മൂമെൻറ്റ്സൊക്കെ അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അമ്മ ഇല്ലാണ്ട് ഞാനിപ്പോൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ രാത്രികൾ നല്ല പേടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല കിടക്കണം. അപ്പോൾ ഞാൻ പേടിച്ചിട്ടാണെങ്കിൽ ആകെ ബെഡൊക്കെ നനച്ച് വെക്കുകയാണ്, മൂത്രം വെച്ച് വെച്ചാന്ന് ഒക്കെ ഇങ്ങനെ അവൾ പറയാണ്. എന്നിട്ട് പറയാണ്, അമ്മ ഇല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യുക, എനിക്കാകെ പേടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴാണ് അവിടുന്ന് ആ കോണിപ്പടി കൂടെ തന്നെ അനിരുദ്ധ് ഇങ്ങനെ കയറി വരുന്നത്. അപ്പോൾ അനിരുദ്ധാണെങ്കിൽ ബോഞ്ചിതനെ കണ്ടിട്ടുണ്ടാവില്ല, ബോഞ്ചിതാണെങ്കിൽ അനിരുദ്ധ് വരുന്നതും കണ്ടിട്ടില്ല. അപ്പോൾ ഇവർ രണ്ടാളും പെട്ടെന്ന് കണ്ടപ്പോൾ ഇരുട്ടാണ്. അപ്പോൾ പേടിച്ചിട്ട് ഇങ്ങനെ അയ്യോ അമ്മയും പറഞ്ഞിട്ട് ഇങ്ങനെ നിലവിളിക്കുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ബോഞ്ചിത്തോട് ചോദിക്കുകയാണ്, നീ എന്താ ഇവിടെ ഈ നേരത്തെ ഇവിടെ വന്നിരിക്കണ് എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാണ്, എന്ത് നിങ്ങൾ ഈ നേരത്തെ ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കും. എൻ്റെ അടുത്ത് പറയണം, നിൻ്റെ അമ്മ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ, കുഞ്ഞുകുട്ടികളൊക്കെ വേഗം കിടന്ന് ഉറങ്ങണം, എന്നാലേ നേരത്തെ എണീക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ ബോഞ്ചി പറയണം, അതെന്താ നിങ്ങൾക്ക് എന്താ ഇതൊന്നും ബാധകല്ലേ, ഇതെന്താ വലിയ ആൾക്കാർക്കും നേരത്തെ കിടന്ന് ഉറങ്ങൊന്നും വേണ്ടെന്ന് പറയും. അപ്പോൾ അനിരുദ്ധ് പറയാണ്, ഈ കുഞ്ഞു കുട്ടികൾക്ക് നേരത്തെ കിടന്ന് ഉറങ്ങണത് അവരുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയും. അപ്പോൾ ബോഞ്ചി പറയണം, അപ്പം എന്താ നിങ്ങളുടെ ആരോഗ്യത്തിനൊന്നും ഇതൊന്നും നല്ലതല്ലേ, ഞങ്ങൾക്ക് മാത്രം അങ്ങനെ ഉള്ളൂ എന്നൊക്കെ അവളിങ്ങനെ അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് ബുക്ക് വായിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നേരം വൈകിയത് ഉറങ്ങാൻ വേണ്ടിയിട്ടെന്ന് പറയും. അവളോട് ചോദിക്കുകയാണ്, നീ എന്താ ഇവിടെ വന്നിരിക്കണം എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് ഉറക്കം വരണ്ട, ഞാൻ എങ്ങനെ ഉറങ്ങാം, ഞാൻ നല്ല ബുദ്ധിമുട്ടില്ല കിടക്കയിൽ എന്ന് പറയുമ്പോഴേക്കും അവൾ പെട്ടെന്ന് ഓർത്തിട്ട് ഇങ്ങനെ നിർത്തുകയാണ്. അവൾ ശരിക്കും ആ സത്യം അവനോട് പറയാൻ പോവുകയാണ്. അവൾ ബെഡൊക്കെ നനച്ച് നോക്കിയാൽ മൂത്രമൊഴിച്ച് വെച്ചാന്നൊക്കെ അവനോട് ഇങ്ങനെ പറയാൻ വന്നതും പെട്ടെന്ന് അവൾ നിൽക്കുകയാണ്. അവനൊന്നും മനസ്സിലാവാണ്ട് ഇങ്ങനെ അവളുടെ മുഖത്ത് നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാൻ, നിനക്ക് ഉറക്കം വരുന്നില്ല അല്ലേ, നീ അതിനുള്ള മാർഗ്ഗമല്ലേ തേടിക്കൊണ്ടിരിക്കണേ, അത് ഈ ബുക്കിലുണ്ട് പറഞ്ഞിട്ട് അവളുടെ കയ്യിലൊരു ബുക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയണേ, ഈ ബുക്കിൽ നിനക്കുള്ള ആവശ്യമുള്ള എല്ലാം ഉണ്ട്, അപ്പം നീ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്ക്, അപ്പം നിനക്കെല്ലാം മനസ്സിലാവും, ഉറക്കമൊക്കെ വരുന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ആ ബുക്ക് അവൻ കൊടുക്കുകയാണ്. അവൻ അവിടെ നിന്ന് ഇങ്ങനെ കയറിപ്പോകുന്നുണ്ട്. അപ്പോൾ കയറിപ്പോകുമ്പോൾ ബോധിത്ത് ഇങ്ങനെ പറയാണ്, ബാരിസ്റ്റർ ബാബു എന്ന് പറയാൻ അവൾ നോക്കുന്നുണ്ട്. അപ്പോൾ ബാരിസ്റ്റർ ബാബു എന്ന് അവൾക്ക് പറയാൻ പറ്റില്ല, അവളിങ്ങനെ ബിരിസ്റ്റർ ബാബു എന്നാണ് പറയുന്നത്. എന്നിട്ട് അവൾ പറയാണ്, ഇത് ബിരിസ്റ്റർ ബാബു അല്ല, ഇതുണ്ടല്ലോ ഇത് രാക്ഷസനാണ്, രാക്ഷസൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അവൾ ആ ബുക്ക് ആയിട്ട് അവളുടെ റൂമിൽ പോകണമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ റൂമിൽ പോയിട്ട് ആ ബുക്കൊക്കെ തന്നെ തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറേ ചിത്രങ്ങളുണ്ട്. അപ്പോൾ ചിത്രങ്ങൾ നോക്കിയിട്ട് അവൾ ഓരോന്ന് മനസ്സിലാക്കുകയാണ്. കാരണം അവൾക്ക് ശരിക്കും വായിക്കാനൊന്നും അറിഞ്ഞൂടല്ലോ. പക്ഷേ ഈ കാര്യം അനിരുദ്ധിന് അറിയില്ല, അവൾക്ക് വായിക്കാൻ അറിയില്ല, അവൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല എന്നൊന്നും അനിരുദ്ധിന് അറിയില്ല. അങ്ങനെ അവൾ ആ ബുക്ക് നോക്കിയിട്ട് അവിടെ ഇങ്ങനെ കിടന്നുറങ്ങി പോവുകയാണ്. പിന്നെ സമ്പൂർണ്ണയാണ് കാണിക്കുന്നത്. സമ്പൂർണ്ണ ഇങ്ങനെ അതിഷ്ടത്തെ രണ്ടാനം അവിടെ ഇരുന്നിട്ട് ചോറ് വിളമ്പുന്നുണ്ടാവും പാത്രത്തിൽ. അപ്പോൾ ആളുടെ അടുത്ത് ഇങ്ങനെ പോയിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അമ്മ ഇത് ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ പറയണം, മോളുടെ കാലും മുറി പറ്റിയേക്കല്ലേ, നീ ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ പറയാം, അമ്മ ഞാൻ ചെയ്തോളാം പറയുമ്പോൾ എന്നാൽ ശരി മോളെ നോക്കി ചെയ്യേ, നീ സൂക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് അവളെ കൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ടാണ്
മറ്റേ പാവ അമ്മ വരുന്നത്. അപ്പോൾ ഈ ദുഷ്ടത്തെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കാൻ ഇവളെ ചീത്ത പറയാൻ വേണ്ടി അങ്ങനെ ആ ദുഷ്ടത്തി പറഞ്ഞിട്ട് ഈ പാവ അമ്മ അവളെ നല്ല ചീത്ത പറയുന്നുണ്ട്. നിന്റെ കാലൊന്നും ഒടിഞ്ഞിട്ടില്ലല്ലോ, പിന്നെന്താ നിനക്ക് പണിയെടുക്കാൻ മടിയെന്ന് അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് ചീത്ത പറയുന്നത്. അവൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഈ ദുഷ്ടത്തി അവളുടെ വീട്ടിൽ നിന്ന് കൊടുന്നിട്ടുള്ള ആ പലഹാരങ്ങൾ എടുക്കുകയാണ്. എന്നിട്ട് കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് ഈ പാവപ്പെട്ട അമ്മോട്. അപ്പോൾ അമ്മ അത് മേടിച്ചിട്ട് പറയുകയാണ് ഇത് ഇവളുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതല്ല, ഇത് ഫുള്ള് ഇവള് തിന്നട്ടെ എന്ന് പറഞ്ഞിട്ട് അവളുടെ പ്ലേറ്റിലേക്ക് അത് മൊത്തം കൊട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് അത് എടുത്തിട്ട് അവളുടെ വായിൽ ഇങ്ങനെ തിരികെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണക്കാണെങ്കിൽ സങ്കടം വന്നിട്ട് അവൾ കരഞ്ഞിട്ട് അവിടെ നിന്നിട്ട് എണിച്ച് ഓടുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ആ പാവമ്മയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ദുഷ്ടത്തി ഇങ്ങനെ ആ പാവമ്മേനെ നോക്കിയിട്ട് ഇങ്ങനെ കളിയാക്കുകയാണ്, കരയല്ലേ അങ്ങനെ പറഞ്ഞിട്ട്. എന്നിട്ട് പറയാണ് നമുക്ക് ഇതിങ്ങനെയൊക്കെ ചെയ്താലേ അവളെ ഇങ്ങനെയൊക്കെ ചെയ്താലേ ആ ആടുകളിലെ ഇങ്ങോട്ട് കിട്ടുള്ളൂ സ്ത്രീധനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആ ദുഷ്ടത്തി ഇങ്ങനെ നിന്ന് ചെറുക്കുന്നുണ്ട്. രാവിലെയാണ് കാണിക്കുന്നത്. അപ്പോൾ ബോന്തിത്തെ സംഭവം കൂട്ടിയിട്ട് പുഴയിലേക്ക് ഇങ്ങനെ കുളിക്കാൻ വന്നേക്കാണ്. അപ്പോൾ ബോന്തിത്തെ സംഭവനോട് പറയണ ചേച്ചി ഞാൻ കുറേ ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കി, പക്ഷേ എന്നെക്കൊണ്ട് പറ്റണില്ല. ഞാൻ ഇന്നും എൻ്റെ ബെഡാകെ നനച്ച് വെച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ പത്തിബാബുവിൻ്റെ ആ പെർഫ്യൂം എടുത്തിട്ട് അതുമൊക്കെ അടിച്ചിട്ടാണ് വന്നേക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ പറയാണ് നീ ഇത് എത്ര കാലം ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ പറയാണ് ഞാൻ എൻ്റെ അമ്മേനെ നല്ല മിസ് ചെയ്യുന്നുണ്ട്. അമ്മ ഉണ്ടെങ്കിൽ എന്നെ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, അമ്മ എല്ലാം വൃത്തിയാക്കൂല്ലേ, എൻ്റെ കൂടെ അമ്മ ഉണ്ടെങ്കിൽ എനിക്കൊരു പേടിയില്ല എന്നൊക്കെ വന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിക്കുകയാണ്. അവളുടെ വീട്ടിലായിരിക്കുമ്പോൾ അവൾ എത്ര സന്തോഷവതിയായിരുന്നു, ഇപ്പോൾ എത്ര ദുഃഖത്തിൽ അവളുള്ളത് എന്നൊക്കെ അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പൊന്തോട് പറയുകയാണ് നമ്മളുടെ വീട്ടിൽ നമുക്ക് എന്തും ചെയ്യാമായിരുന്നുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലേ, നമ്മളെന്ത് സന്തോഷമായിരുന്നു അപ്പോഴൊക്കെ എന്ന് സമ്പൂർണ്ണ ഇങ്ങനെ ബോന്തിത്തോട് പറയുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് പുരുഷന്മാരെല്ലാവരും കുളിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അവിടെയുള്ള സ്ത്രീകളൊക്കെ ഡ്രസ്സൊക്കെ അങ്ങനെ എടുത്തിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ ബോന്തോട് പറയുന്നത് നമുക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, നമ്മൾക്ക് പോവുക തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ബോന്തേനെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് പുരുഷന്മാരെല്ലാവരും കൂടിയിട്ട് ആ സ്ത്രീകളെ നോക്കിയിട്ട് കമൻ്റ് അടിക്കുന്നുണ്ട്, ഞങ്ങൾ വന്നപ്പോൾ പോണത് കണ്ട അവരെന്തോ ഓട്ടം ഓടുന്നത് നമ്മളെ കണ്ടിട്ട് നാണം കെട്ടിട്ടാണ് ഓടുന്നത്, നാണം വന്നിട്ടാണ് അവർ നമ്മളെ പേടിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ നല്ല കമൻ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ ബോന്തിതൊക്കെ ഇഷ്ടമാവുന്നില്ല. ബോന്തിത സമ്പൂർണ്ണോട് പറയുകയാണ് അവർ ചെയ്തത് തെറ്റാണ്, ഇങ്ങനൊന്നും പറയാൻ പാടില്ല, അവർക്കുള്ളത് ഞാൻ കൊടുത്തോളാം. അവരെന്താ പറഞ്ഞത്, നമ്മൾ നാണം വന്നിട്ടല്ല ഓടിയത്, അവർ നാണല്ലാണ്ട് ഇനി ഓടണത് നമുക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ പുഴക്കരയിൽ ഉരിയച്ച ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് അവിടുന്ന് ഓടുകയാണ്. എന്നിട്ട് സമ്പൂർണ്ണ അടുത്തേക്ക് വരുമ്പോൾ സമ്പൂർണ്ണ പറയുകയാണ് നീ എന്താ ചെയ്ത് മോതിയത്, അതൊക്കെ വലിയ ഇനി പ്രശ്നമാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സമ്പൂർണ്ണ ആകെ പേടിച്ചിട്ട് നിൽക്കുകയാണ്. പോന്നിട്ട് പറയണ ഒരു പ്രശ്നമാവില്ല, കാരണം അവർ തെറ്റ് ചെയ്തില്ലേ, അവർക്കുള്ള ശിക്ഷ ഞാൻ കൊടുത്തോളൂ, എനിക്ക് പേടിയില്ല ഒന്നിനൊന്ന് പറയുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ അവളുടെ ആ ഡ്രസ്സൊക്കെ ബോന്തിതനെ കൊണ്ട് അവിടെ ഇടിപ്പിച്ചിട്ട് അവളെ കൊണ്ടുപോവുകയാണ് അവിടുന്ന്. പിന്നെ ഇതിനെയാണ് കാണിക്കുന്നത്. അനിരുദ്ധ ഒരു ബുക്കൊക്കെ വായിച്ച് വെക്കുന്നുണ്ട്, നമ്മുടെ സ്ത്രീകൾക്കുള്ള അനീതിനെ പറ്റിയൊക്കെ ആയിട്ടുള്ള ബുക്കാണത്. അപ്പോൾ അവന് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൗദാമിനി അവിടെ വന്നിട്ട് മറ്റേ ടെലിസ്കോപ്പില്ലേ ആ സാധനത്തിൽ അങ്ങനെ നോക്കുന്നുണ്ട്, അവനെ അങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് നമ്മുടെ ബോന്തിത്ത വരുന്നത്. അപ്പോൾ ബോന്തിത്ത ഇത് കണ്ടിട്ട് അങ്ങനെ സൗദാമിനെ തട്ടി വിളിക്കുകയാണ്, അപ്പോൾ എന്താ കാട്ടണമെന്നുള്ള രീതിയിൽ. അപ്പോൾ സൗദാമിനി പെട്ടെന്ന് ഞെട്ടിയിട്ട് ഇങ്ങനെ ബോന്തോടെ നോക്കുകയാണ്. അപ്പം നീ എന്താ അവിടെ ചെയ്യണമെന്ന് ബോന്തിത ചോദിക്കുമ്പോൾ അവിടെ ഒന്നും മിണ്ടാണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടിയാണ് 29ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ എപ്പിസോഡ് എത്രത്തോളം നന്നായിട്ടൊന്നും അറിയില്ല, അപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ ചെയ്യാനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.